ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം കൂടി വരികയാണ്. ഈ ഘട്ടത്തിൽ മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി വി വസീഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ പ്രഖ്യാപനം കൂടി എത്തുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ മണ്ഡലത്തിലെ പൾസ്? എന്താണ് പൾസ്? ഒരു അനുകൂലമായ പൾസ് തന്നെയാണ്. ഈ മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയം കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ആളുകളുടെ അടുത്തൊക്കെ സമീപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാരത്തിനെതിരെ ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം എവിടം വരെ എത്തി? ഇപ്പം ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ ഇനി തെരഞ്ഞെടുപ്പ്. ഇല്ല, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം എന്നുള്ള നിലക്ക് നമ്മൾ നേരത്തെ പരമാവധി വ്യക്തികളെയും അതുപോലെ തന്നെ പാർട്ടി മുൻകാല പ്രവർത്തകരെയും അതുപോലെ ക്ലബ്ബ് ഭാരവാഹികൾ അതുപോലെ മറ്റ് സംഘടനാ നേതാക്കന്മാരെ ഒക്കെ വീടുകളിൽ ചെന്ന് അവരുടെ സ്ഥാപനങ്ങളിൽ ചെന്ന് ഒക്കെ കാണുകയും അതുപോലെ തന്നെ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ അവിടെയൊക്കെ സന്ദർശിച്ചു. ഇപ്പോൾ കുടുംബയോഗങ്ങൾ തുടങ്ങി. കോളനികളിൽ മറ്റുമൊക്കെയുള്ള നമ്മുടെ കുടുംബയോഗങ്ങൾ ആരംഭിച്ചു. നേരത്തെ റോഡ് ഷോകൾ, വൈകുന്നേരങ്ങളിൽ റോഡ് ഷോകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രചരണം ഇങ്ങനെ പോവുകയാണ്. ഒരു എറിയും കുറഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ. ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ചിത്രം മലപ്പുറത്ത് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷിക്കാനുള്ള കാരണം? ഒന്ന്, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ മണ്ഡലത്തിൽ ഒരു സ്വീകാര്യനാവുക എന്നുള്ളത്, അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളാവുക, അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആവാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ അവർക്ക് സമീപിക്കാൻ പറ്റുമോ അതുപോലെ സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് DYFയുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ DYFയുടെ ഒരു പ്രവർത്തന രീതിയുണ്ട്. തുടർച്ചയായിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതും സമൂഹത്തെ ഞങ്ങളോട് ചേർത്ത് നിർത്തുന്നതും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിലാണ്. അത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയമാണ്. മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ജനാധിപത്യം സംരക്ഷിക്കാനും മതനിരപേക്ഷത സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്കുള്ളൊരു സമീപനമുണ്ട്. ആ സമീപനം വോട്ടായി മാറും എന്നുള്ളതാണ്. ഏറ്റവും കൃത്യമായ നിലപാട് ഏത് പ്രതിസന്ധിയിലും ഒരു പരിമിതിയുമില്ലാതെ സംഘപരിവാരത്തിനെതിരെ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം യുവജന നേതാവ് അല്ലെങ്കിൽ യുവജന പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള ഒരു സമീപനം. അതോടൊപ്പം ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ എത്രത്തോളം മറ്റു ജനപ്രതിനിധികൾ വർഷങ്ങളായി എടുക്കുന്ന സമീപനം, അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു രീതി, അതിനോടൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനമൊക്കെ വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിൽ അപ്രതീക്ഷിതമായി CAA വിജ്ഞാപനം വന്നതോടെ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നു. ഇലക്ഷനെ മൊത്തം ആ ചർച്ചയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാകുമോ, പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ഒരു മണ്ഡലം? അല്ല, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സംഘപരിവാർ വിരുദ്ധ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇന്ത്യയിൽ സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് വിഭജന രാഷ്ട്രീയമാണ്. ജനങ്ങളെ എങ്ങനെ വിഭജിക്കാം എന്നുള്ളതാണ്. സംഘപരിവാരത്തെ നമ്മൾ കാണേണ്ടത് അവർ ജനവിരുദ്ധ നയങ്ങളാണ് വ്യാപകമായി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ വിലക്കയറ്റം, രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറഞ്ഞിരുന്നത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 50 രൂപയും 40 രൂപയാക്കുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 രൂപ കുറച്ചിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ കർഷകർ സമരത്തിലാണ്, വലിയ സമരത്തിലാണ് കർഷകർ. ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 1 ലക്ഷം കർഷകർ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ രാജ്യത്തെ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം അവർ മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് എളുപ്പത്തിൽ ഈ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് ഈ രാജ്യത്ത് അവരെ ചേർത്ത് നിർത്താൻ ആരുമില്ല, അല്ലെങ്കിൽ ഭരണാധികാരികളില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ്. അത് യാഥാർത്ഥ്യമാവുകയാണ്. അതാണിപ്പോൾ ഈ CAA ആയാലും ഏക സിവിൽ കോഡായാലും അതുപോലെ തന്നെ രാജ്യത്തെ മുത്തലാഖ് നിയമമായാലും അങ്ങനെ ഓരോരോ നിയമങ്ങളും, ബീഫ് നിരോധനം ഉൾപ്പെടെ, അതുപോലെ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് കോടതിയുടെ കൂടി ഒരു പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞ് നിർമ്മിച്ച രാമക്ഷേത്രം ഉൾപ്പെടെ ഈ രാജ്യത്ത് ഈ പറയുന്ന തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് എല്ലാം വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് സംഘപരിവാരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ CAA വിഷയം അവർ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. ധ്രുവീകരണത്തിനുള്ള പരിശ്രമമാണ്. ആ നിയമം നടപ്പിലാക്കുന്നതോടുകൂടി രാജ്യത്ത് പൗരന്
അവൻ്റെ പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമാകുന്നു എന്നുള്ളതാണ്. ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഇവൾ. ആർട്ടിക്കിൾ 14 ഒക്കെ നമുക്കറിയാം. എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നുള്ള ആ ഫീലിൽ നിന്ന്, ആ ഒരു വികാരത്തിൽ നിന്ന്, രാജ്യം നമ്മുടെ ഇന്ത്യ എന്നുള്ള ആ ഒരു വികാരത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോയി ഇതൊരു പ്രത്യേക വിഭാഗത്തിന് ചില പ്രിവിലേജുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് വരികയാണ്. ആ രീതിയിലേക്ക് ഇവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ ആ വിഷയത്തിലൊക്കെ ഇടതുപക്ഷം എടുത്ത നിലപാടുണ്ട്, അചഞ്ചലമായ നിലപാടാണ്. അത് ഡൽഹിയിലൊരു നിലപാടാണ്, ഇവിടെ ഒരു നിലപാടാണ്, ഉത്തർപ്രദേശിലൊരു നിലപാടാണ്, ബംഗാളിലൊരു നിലപാടാണ്. എല്ലായിടത്തും, ഇന്ത്യയിലെല്ലായിടത്തും ഇടതുപക്ഷ നേതൃത്വത്തിന്, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് എല്ലാം ഒരേ നിലപാടാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഓരോ സംസ്ഥാനത്ത് എടുക്കുന്ന നിലപാടുകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളമല്ലേ ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിച്ച് പ്രമേയം പാസാക്കി. ഇവിടെ അത് അനുവദിക്കുകയില്ല. ഇവിടെ മനുഷ്യരെ പൗരത്വത്തിൻ്റെ പേരിൽ, ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ പൗരത്വം അനുവദിച്ചുകൊണ്ട് വിഭജിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുക. അതൊരു രാഷ്ട്രീയ നിലപാട്, ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അത് ഈ ജനം സ്വീകരിക്കും. ചേർത്ത് നിർത്തലിൻ്റെ നിലപാടാണ് അത്. ഇനി ഏത് RSS പറഞ്ഞാലും ഇവിടെ അതൊന്നും നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തം തന്നെയാണ് ഈ നാട് സ്വീകരിക്കുക. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഗൗരവമായ ആരോപണങ്ങൾ UDF-നെതിരെ ഉന്നയിച്ചിരുന്നു. UDF MP-മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആരിഫ് MP മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധിച്ചത് എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ MP-മാർ വലിയ ആരോപണമായി ഉന്നയിക്കുന്നു, രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് വ്യാജമാണ്, തെളിവുകൾ സഹിതം തങ്ങൾ അതിനെതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്, തങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി ഇതേ കാര്യം ആവർത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇനി അതിനെ എങ്ങനെയാണ് ഇത്തരത്തിൽ നേരിടാൻ പോകുന്നത്? അല്ല, അത് ഒരു പൊതുവെ ജനങ്ങൾക്കൊക്കെ അറിയാലോ ഏതൊക്കെ വിഷയങ്ങൾ പാർലമെന്റിനകത്ത് വന്ന സമയത്താണ് ഇവർ അങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആർക്കും അതറിയാത്തത്? അത് അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം വന്ന് ഈ കേരളത്തിൽ മാത്രം ഒരു നിലപാട് സ്വീകരിച്ചാൽ മതിയോ? മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനിലേക്ക് ആക്രമണം നടത്തിയ വിഷയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വലിയ ചർച്ചകൾ ലോക രാഷ്ട്രീയത്തിൽ തന്നെ നടക്കുന്ന സമയത്ത് ഇവരെടുത്തൊരു സമീപനമുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പിലാണല്ലോ, ജനങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ. ഇവർ 5 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ വിഷയം ഉന്നയിച്ചോ? നമ്മുടെ രാജ്യം പലസ്തീനിനൊപ്പമാണ്, അധിനിവേശത്തിനെതിരാണ്, സാമ്രാജ്യത്വത്തിനെതിരാണ് എല്ലാ കാലത്തും എടുത്ത നിലപാട് എന്ന് തുറന്ന് പറയാൻ രാജ്യത്ത് ഈ പറയുന്ന UDF സംവിധാനം ഉണ്ടായിരുന്നു, അതിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടില്ല. അതിലെ നേതൃത്വത്തിന് എല്ലാ സമയത്തും ഇങ്ങനെ ചാഞ്ചാട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SFIയും DYFI ഒക്കെ ചേർന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ എംബസിയിലേക്ക് ഡൽഹിയിൽ മാർച്ച് നടത്തിയത്. കേരളത്തിലേത് ഉൾപ്പെടെ മന്ത്രിമാർ, ഇന്ത്യയിലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാർ ഒന്നടങ്കം ഡൽഹിയിൽ കേന്ദ്രീകരിച്ച്, അല്ല, സംഘപരിവാർ പറയുന്നത് പോലെ ഇസ്രായേലിനോടൊപ്പമല്ല, ഈ രാജ്യം ഇങ്ങനെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരുടെ രാജ്യം കൂടിയാണ്, ഞങ്ങൾ പലസ്തീനിനൊപ്പമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചല്ലോ. പിന്നെ എന്തൊക്കെ വിവാദങ്ങളുണ്ടായി ഇവിടെ? അന്ന് എന്തായിരുന്നു ഇവരെടുത്ത നിലപാട്? ഇടതുപക്ഷം ക്ഷണിച്ചപ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം, ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ കേരളത്തിൽ മാത്രം ഒന്ന് തട്ടിക്കൂട്ടി ഒരു പരിപാടി നടത്തി അവസാനിപ്പിച്ചതല്ലേ? കഴിഞ്ഞ ദിവസം DYFIയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ഈ CAA വിഷയത്തിൽ പ്രക്ഷോഭം, ബംഗാളിൽ, ഡൽഹിയിൽ, ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്തെല്ലാം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ച് ഈ രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിക്കുക. എന്നാൽ ഇവിടെയെല്ലാം വോട്ട് ബാങ്ക് നോക്കിക്കൊണ്ട് നിലപാടെടുക്കുന്നവരായി രാജ്യത്തെ ചില കോൺഗ്രസ് മാറുക. അപ്പോൾ നിലപാടില്ലാത്തവരായി കോൺഗ്രസിന്റെ നേതൃത്വം മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ മാറുന്നത് കൊണ്ടാണ് ഒരു കൃത്യമായ നിലപാട് തങ്ങളുടെ നേതൃത്വവും തങ്ങളുടെ പ്രവർത്തകരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാമക്ഷേത്ര വിഷയത്തിൽ അവരെ ക്ഷണിച്ചല്ലോ, അവരെടുത്ത സമീപനം ഉണ്ടല്ലോ, ഈ രാജ്യത്തെ മുമ്പിലില്ലേ? എന്തേ ഒറ്റയടിക്ക് അവർക്ക് പറയാൻ സാധിക്കാത്തത്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള അധികാരം മാത്രമാണ് പ്രശ്നം. അപ്പോൾ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാം എന്നുള്ളൊരു ചിന്ത വരികയാണ്. ആ ചിന്ത പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഭരണഘടനാ മൂല്യങ്ങളാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങളാണ്, രാജ്യത്തെ മതനിരപേക്ഷതയാണ്. അത് മുറുകെ പിടിച്ച് പ്രവർത്തകരെ ആയാലും നേതൃത്വത്തെ ആയാലും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഇവർ നിർവഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. കല്യാണത്തിന് പോയ കാര്യങ്ങളും ഇവർ പാർലമെന്റിൽ ഇല്ലാത്ത കാര്യങ്ങളും പാർലമെന്റിനകത്ത് ഇവർ സമരത്തിൽ ഇറങ്ങാത്ത കാര്യങ്ങളും ഒക്കെ പറയേണ്ടി വരും ജനങ്ങൾക്ക് മുമ്പിൽ. അത് മുഖ്യമന്ത്രി പറയുക എന്നുള്ളത് ഇപ്പോൾ തെറ്റായി കാണണോ?
ഇപ്പോൾ കേരളത്തിന് വേണ്ടി സമരം നടത്തി. സാമ്പത്തികമായി കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ വലിയ സമരം നടന്നു ഡൽഹിയിൽ. നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ. എന്തായിരുന്നു? തമിഴ്നാട് മന്ത്രിസഭയുടെ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പങ്കെടുത്തല്ലോ. കാശ്മീരിലെ മുഖ്യമന്ത്രി പങ്കെടുത്തല്ലോ. പിന്നെ പഞ്ചാബിലെ മുഖ്യമന്ത്രി പങ്കെടുത്തല്ലോ. കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ അങ്ങനെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ പങ്കെടുത്തു. എന്തിനേറെ കർണാടകയിലെ ഭരണാധികാരികൾ അവിടെ പോയി സമരം ചെയ്തല്ലോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ. അപ്പോൾ ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് ഇവരില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത്, അതായത് സംഘപരിവാർ വിരുദ്ധ നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി ഉൾപ്പെടെ കേരളത്തെ ആക്രമിക്കുന്നത്. ആ അക്രമത്തിന് ഇവർ കൂട്ടുനിൽക്കുക. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ VC ആയിരുന്ന ആള് ആര് VC ആക്കിയെന്നത് കൂടി ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ ഒരു ചർച്ചയിൽ പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ രാഷ്ട്രീയമായിട്ട് എന്നെ സംരക്ഷിച്ച ആള് എന്നൊക്കെ പറയാം. നമുക്കറിയാലോ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആരാന്ന്. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ഇതേ മുന്നണി കൊണ്ടുവന്ന് വാശി പിടിച്ച് അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ കൊടുത്ത ആളാണ് ഇപ്പോൾ ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി. ആരെ സഹായിക്കാനാന്നുള്ളത് ഞാൻ പറയുന്നില്ല, തെരഞ്ഞെടുപ്പാണല്ലോ, നിങ്ങൾ ആലോചിച്ചോ. അതോടൊപ്പം ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ചാൻസലർ എടുക്കുന്ന സമീപനം, ആ സമീപനത്തിനെതിരെ എന്താ ലീഗിലെയും ഈ പറയുന്ന കോൺഗ്രസിലെയും ചില നേതാക്കന്മാർ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? അവിടെ സെനറ്റ് അംഗങ്ങളായി BJPക്കാരെ RSSകാരെ കയറ്റുക, പിൻവാതിലിലൂടെ സംഘപരിവാർ സർവകലാശാലയുടെ തലപ്പത്തേക്ക് ആളെ കൊണ്ടുവരിക. അന്ന് ഞാൻ കോഴിക്കോട് നടത്തിയ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു ആരോപണം അന്ന് ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഇടനിലക്കാരനായി ഒരാളുണ്ട് എന്നുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് പുറകോട്ടെടുത്ത് പരിശോധിച്ചാൽ മതി. ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ അന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് 6 BJP പ്രതിനിധികൾ, 4 കോൺഗ്രസ് പ്രതിനിധികൾ, 3 മുസ്ലിം ലീഗ് പ്രതിനിധികൾ സെനറ്റിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനികളായി വരികയാണ്. അന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഇതിൻ്റെ പിന്നിൽ. ആ പിന്നിലുള്ള ആൾ ഇന്നിപ്പോൾ അന്ന് ഞങ്ങൾ ഉന്നയിച്ച ആള് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരിക. അതായത് ഇവിടെ എന്തൊക്കെയോ ഒരു ഗൂഢാലോചനയുണ്ട്. ഈ രാജ്യത്ത് തന്നെ സംഘപരിവാരത്തിനെതിരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാൻ ബോധപൂർവമായ ഒരു ഗൂഢാലോചന ഈ കേരളത്തിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വളരെ കൃത്യമായി പറയുന്നത് RSSന്റെ ഒരു നിലപാടും ഈ കേരളത്തിനകത്ത് ഞങ്ങൾ അംഗീകരിക്കില്ല. RSS ധ്രുവീകരണ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ജനങ്ങളെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് മതനിരപേക്ഷതയുടെ സന്ദേശം കൊടുക്കും നാടിന് എന്നുള്ളത് അതന്നെയാണ്. അപ്പോഴും ബാക്കി വന്നൊരു ചോദ്യം, മുഖ്യമന്ത്രി പറഞ്ഞ CAA വിഷയത്തിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ UDFN MPമാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? മുഖ്യമന്ത്രി ആ പറഞ്ഞത് ശരിയല്ല, ഉണ്ടായി എന്നുള്ളതാണ് തെളിവുകൾ സഹിതം രേഖകൾ സഹിതം UDF MPമാർ പ്രസിദ്ധീകരിക്കുന്നത്. എന്ത് രേഖകളാണ് അവർ പ്രസിദ്ധീകരിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അന്ന് ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം ഇതൊരു CAAയിൽ മാത്രമല്ലല്ലോ. ഈ സംഘപരിവാർ നടപ്പിലാക്കുന്ന വിഭജന രാഷ്ട്രീയത്തിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയത്തൊക്കെ ഇവരെവിടെയായിരുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ വിവാദത്തിനും ഈ ചർച്ചകൾക്കൊക്കെ ഉണ്ടായത് എന്താ? ആന്റണിയുടെ പ്രതികരണത്തിലാണ്. ഈ CAA ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഇവരുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കൊന്നുകൂടി നോക്കണം. പക്ഷേ പൊതുവെ പാർലമെന്റിനകത്ത് എടുക്കുന്ന ഇവരുടെ സമീപനമുണ്ട്. അന്ന് ഈ കേരളത്തിലൊക്കെ വലിയ ചർച്ച നടന്നതല്ലേ, നിങ്ങൾക്ക് അറിയുന്നല്ലേ. ഞങ്ങൾ കല്യാണത്തിന് പോയതായിരുന്നു, ഫ്ലൈറ്റ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിലില്ലേ. പിന്നെ ഒരു CAAയിൽ തന്നെ അത് മുഖ്യമന്ത്രി പറഞ്ഞ് ഇതിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് വിഷയങ്ങൾ, ഈ പറയുന്ന കേരളത്തെ തകർക്കുന്ന നിലപാടുകൾ, ഇതിലൊക്കെ ഇവരെടുക്കുന്ന സമീപനം എന്താ? പാർലമെന്റിനകത്ത് ഒരു അഗ്രസീവായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഇവരുണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. ഈ കോൺഗ്രസിന്റെ നിലപാടുകൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്തെ ലീഗിന് തിരിച്ചടിയാവുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇതിലൊക്കെ ഇവരൊക്കെ നയിക്കുന്ന ചില ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ എല്ലാ മുസ്ലിം ലീഗ് ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ അങ്ങനെ അപ്പാടെ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഇതിൽ ചിലരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം. ഈ അധികാരത്തിൽ നിന്ന് പോയതിൻ്റെ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ അവർക്കുണ്ട് ചിലർക്ക്. പക്ഷേ ഇവിടെയുള്ള സാധാരണ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ അവർ ഈ പറയുന്ന പ്രവണതകൾക്കൊക്കെ എതിരാണ്. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ആ ജനങ്ങൾ ഇത്തവണ ഈ പറയുന്ന UDF-നും ഇങ്ങനെ നിലപാടില്ലാത്ത ആളുകളായി മാറുന്ന കോൺഗ്രസിനുമൊക്കെ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചവിട്ടുപടി മാത്രമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും, ഞങ്ങൾ എന്ത് നിലപാടെടുത്താലും, എങ്ങനെ മുന്നോട്ട് പോയാലും ഇവിടുന്ന് ഞങ്ങൾ വോട്ട് കിട്ടി ജയിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ ഇത്തവണ മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് UDF-ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോഴും ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിലും ഉറപ്പിച്ചു പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.